ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പ്രിയ നടൻ സലീം കുമാറിന് വിടയാക്കി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതിക ശരീരം സംസ്കരിച്ചു. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. സിബിഎസ്ഇ 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. admission.vhscportal.kerala.gov.in ലാണ് ഫലം ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 മണിവരെയാണ് നിരോധനം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ പശ്ചിമബംഗാൾ ഭാഗമാകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും നാളെ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ജമ്മു കശ്മീരിലെ രജൌരി ജില്ലയിൽ കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവിരുദ്ധ ദൌത്യത്തിനിടെ മലയിടുക്കിലേക്ക് വഴുതി വീണാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി മരിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം തുടരുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കിഴക്കൻ സിയോളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം റാലി നടത്തി. അമേരിക്കയിലെ ഒഹായോയിൽ പ്രാദേശിക പരിപാടിക്കിടെയുണ്ടായ വെടിവയ്പിൽ 12 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഓൾഡ് വെസ്റ്റേൺ ഫെസ്റ്റിവൽ എന്ന വാർഷിക പരിപാടിക്ക് സമീപമാണ് വെടിവയ്പ് നടന്നത്. അടുത്ത ഒരു ദശകത്തിനിടെ ആഗോള എണ്ണ ആവശ്യകതയിലെ വളർച്ചയുടെ ഏകദേശം പകുതിയും ആഗോള വൈദ്യുതി ഉപഭോഗത്തിലെ വർധനയുടെ 15% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് റഷ്യൻ എണ്ണ ഉൽപാദക കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ മേധാവി ഇഗോർ സെച്ചിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. IDFC ഫസ്റ്റ് ബാങ്ക് AU ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI ചണ്ഡീഗഡ്, പഞ്ച്കുല, ഡൽഹി NCR മേഖലകളിലെ 6 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഹരിയാന കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ, സ്വകാര്യ കൺസൾട്ടന്റ് സ്ഥാപന ഡയറക്ടറുടെയും വസതികളിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.